ഹലോ ഗൈസ്, 2024 JEE ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മൂക്കിൻ്റെ അറ്റത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളെ മക്കളെല്ലാവരും ചോദിക്കുന്നത്, സാർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ട എന്ന് ആദ്യം പറഞ്ഞു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇങ്ങോട്ട് പറയാനുള്ളത് എന്താണെന്നറിയോ, ഫസ്റ്റ് ആ സോഷ്യൽ മീഡിയ അങ്ങോട്ട് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്നെ ട്രോളും. സോഷ്യൽ മീഡിയ ഒഴിവാക്കാന്ന് ഈ ചങ്ങായി വന്നിട്ട് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. ഓക്കെ, അങ്ങനെയല്ല ഉദ്ദേശം. അതായത് പഠന ആവശ്യത്തിനല്ലാത്ത രീതിയിലുള്ള സോഷ്യൽ മീഡിയ യൂസേജ് എന്താക്കുക, ഒഴിവാക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വാട്സപ്പ് ഓണാക്കിയ സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്, ഓക്കെ, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് പൊതുവേ അങ്ങനെ എന്തൊക്കെയോ പേരാണ് ഉണ്ടാവുക, ഏത് വാഴത്തോട്ടം അങ്ങനെ എന്തൊക്കെയോ പേരാണ് ഉണ്ടാവുക. അതിൽ കയറി ഒരു ഹായ് ഇടുന്നു, അല്ലെങ്കിൽ ഒരു ഫാമിലി ഗ്രൂപ്പിൽ കേട്ട് ഹായ് ഇടുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് തിരിച്ചെന്താക്കുന്നു, ഹായ് ഇടുന്നു. ഓക്കെ, പിന്നെ അവിടെ എന്തായി, പിന്നെ അങ്ങോട്ട് ഒരു ട്രോള് കൊടുക്കുന്നു, ഒരു സ്റ്റിക്കർ കൊടുക്കുന്നു, ബഹളായി മഴയായി, ആകെ മൊത്തം നോക്കുമ്പോഴത്തേക്ക് 2 മണിക്കൂർ അവിടെ എന്തായിട്ടുണ്ടാവും, ചാറ്റിങ്ങിന് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാം. പിന്നെ അതേപോലെയാണ് എന്താ, റീൽസ് കാണാതിരിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു 30 സെക്കൻഡ് റീൽസ് കണ്ടാൽ ഇപ്പം എന്താ കുഴപ്പം സാറേ? അതായത് കുഴപ്പമുണ്ട്. കാരണം നിങ്ങളൊരു 30 സെക്കൻഡ് റീല് കണ്ട് തുടങ്ങുമ്പോഴത്തേക്ക് തൊട്ടപ്പുറം അതേപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള റീൽ അടുത്ത വരും. പിന്നെ വീണ്ടും അടുത്ത എന്താവും, ഇൻട്രസ്റ്റ് ഉള്ള റീൽ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചറപറ എന്തായിരിക്കും, റീൽസ് ആയിരിക്കും. ഈ റീൽസിൻ്റെ ആൽഗോരിതം തന്നെ മക്കളെ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇൻട്രസ്റ്റ് നോക്കിയിട്ടാണ് നമുക്ക് എന്താ ചെയ്യുക, സജഷൻസ് വരിക. ഓക്കെ അല്ലേ? അതൊന്ന്. പിന്നെ രണ്ടാമത്, സ്റ്റോറി, സ്റ്റാറ്റസ്, പോസ്റ്റ് ഇതൊന്നും തൽക്കാലം ഒന്നും ഇടാതിരിക്കുക. കാരണം എന്താ അറിയോ, നമ്മൾ സ്റ്റോറി ഇട്ട് അപ്പോൾ നമുക്ക് ഭയങ്കര ജിജ്ഞാസയായിരിക്കും. ഇത് ആരൊക്കെ കണ്ട്, എൻ്റെ കിടക്കാച്ചി ഫോട്ടോ ആണ്, അത് ആരൊക്കെ കണ്ട്, ക്ലാസ്സിൽ ഇന്നാൾ കണ്ടിട്ടുണ്ടോ, ഓക്കെ, ഇതിൽ ആരൊക്കെ ലൈക്ക് അടിച്ച്, ആരൊക്കെ ഷെയർ ചെയ്ത്, ആരൊക്കെ കമൻറ്റ് ചെയ്ത്, ആരൊക്കെ റീപ്ലൈ ചെയ്ത്, അതിങ്ങനെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ എന്തായി നോക്കിക്കൊണ്ടിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ മക്കളെ എന്താക്കുക, അതുപോലുള്ള എല്ലാ സോഷ്യൽ മീഡിയാസും നമ്മൾ എന്താക്കുക, ഒഴിവാക്കുക. നമ്മൾ പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സൈലം തരുന്ന ക്ലാസ്സുകൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ തൽക്കാലം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ബാക്കി തൽക്കാലം ഡിലീറ്റ് ആക്കിയാലും കുഴപ്പമില്ല, ഈ ഗ്രൂപ്പുകളിൽ നിന്ന് എക്സിറ്റ് അടിച്ചാലും കുഴപ്പമില്ല, തിരിച്ചൊരു ആഡ് ചെയ്യുമല്ലോ. ഇനി അടുത്തത്, പരമാവധി ഈ പഠനത്തിൻ്റെ കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. ഞാൻ കഴിഞ്ഞ ഏതോ ഷോർട്സിലാണ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് എത്ര പഠിച്ചു, എത്ര പഠിച്ചിട്ടില്ല എന്നൊന്നും ചോദിക്കരുത് അല്ലേ. കാരണം ഒരുപാട് പഠിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താവും, ടെൻഷൻ വരും. ഓരോന്നും പഠിച്ചിട്ടായിരിക്കും നമ്മളാണ് ടോപ്പ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പഠിക്കാതിരിക്കും. അത് മാത്രമല്ല, രണ്ടാമത് നിങ്ങൾ ഓരോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്, എൻ്റെ സ്ട്രാറ്റജി എന്താണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ സ്ട്രാറ്റജി ചോദിക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്ക് ആ ടെൻഷനാവും. ചിലപ്പം നിങ്ങൾ ആദ്യം സിമ്പിൾ ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചിട്ട് പിന്നെ ടഫ് അവസാനത്തേക്ക് മാറ്റി വെക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അങ്ങനെ ടൈപ്പ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് പറയും, ടഫല്ലേ ആദ്യം പഠിക്കണ്ടേ, അത് സിമ്പിൾ പഠിച്ച് കുത്തിരിക്കുക എന്നൊക്കെ ചോദിക്കും. മനസ്സിലായോ? അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ടെൻഷനാവും. അപ്പോൾ നിങ്ങൾ ടഫ് പഠിക്കാൻ നോക്കും, അല്ലെങ്കിൽ സിമ്പിളും പഠിക്കുക. ആകെ മൊത്തത്തിൽ എന്താക്കും, സാമ്പാറിട്ട് അവയിലിട്ട് വല്ല മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഫ്രണ്ടിനോട് അടുത്ത് ചോദിക്കാൻ വേണ്ടി പോകുന്നതാണ്, ഓക്കെ, എന്താ പിന്നെ ഈ ഏത് ബുക്കാണ് പഠിക്കുന്നത്? അപ്പോൾ ഓന് ലോകത്തില്ലാത്ത ഏതെങ്കിലും ഒരു ബുക്ക് പറഞ്ഞു. അപ്പോൾ ടെൻഷനായി, അയ്യോ ഞാൻ ആ ബുക്ക് പഠിച്ചില്ലല്ലോ, അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് എവിടുന്നെങ്കിലൊക്കെ ആ ബുക്ക് സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അത് ചെയ്യാനിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമ്മൾ എന്താക്കും, തല ഇറങ്ങും. മക്കളെ, നിങ്ങൾക്കിപ്പോൾ സൈലം തരുന്ന മെറ്റീരിയൽ എന്താണ്, വളരെ മോർ ദാൻ ഇനഫാണ്. LMRP ആയിക്കോട്ടെ, നമ്മുടെ സ്ലൈഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, മോർ ദാൻ ഇനഫാണ്. തൽക്കാലം എന്ത് ചെയ്യുക, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാം. പിന്നെ ടൈം ടേബിൾ മാറ്റാൻ നിൽക്കും നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ പഠിക്കുന്ന ആളായിരിക്കും. അപ്പോഴായിരിക്കും നമ്മൾ ഫ്രണ്ട്സിനോട് ചോദിക്കും, ഫ്രണ്ട് പറഞ്ഞാൽ രാത്രി 2 മണി വരെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ചിലപ്പോൾ അത് എന്താക്കാൻ വേണ്ടി പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിക്കരുത്. പിന്നെ പരമാവധി ശ്രദ്ധിക്കാനുള്ളത്, ഹെൽത്ത് സൂക്ഷിക്കണം. ഈ സമയത്ത് പോയിട്ട് പുറത്തുനിന്നും എന്താക്കരുത്, ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കരുത്, ജങ്ക് ഫുഡ്. ഓക്കെ, അച്ഛനോട് അമ്മയോട് പറയാം, അച്ഛൻ എനിക്ക് ബർഗർ വേണം, അത് വേണം, ഇത് വേണം, ഷവർമ വേണം എന്നൊക്കെ. ഷവർമയൊക്കെ കഴിച്ച് തട്ടിപ്പോയ ചരിത്രം പോലെ ഉണ്ട്, പിന്നെ പഠിച്ചൊക്കെ വെറുതെ കേട്ടോ. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഷവർമ വേണം, അത് വേണമെന്ന് പറയും. അപ്പോൾ അച്ഛനും അമ്മയും വിചാരിക്കും, എൻ്റെ മോനെ കഷ്ടപ്പെട്ട് പഠിക്കല്ലേ, അവൻ സന്തോഷമായിക്കോട്ടെ വാങ്ങിത്തരും. ചിലപ്പോൾ വല്ല എന്തെങ്കിലുമൊക്കെ ഫുഡ് പോയ്സണോ വന്നിട്ട് മനസ്സിലായല്ലോ, ലൂസ് മോഷനോ മറ്റേ ഉണ്ടായി ആ കൊള്ളാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഫുഡൊന്നും പരമാവധി എന്താക്കുക, ഒഴിവാക്കുക. പരമാവധി പച്ചക്കറി, നമ്മുടെ വീട്ടിൽ നിന്നുള്ള പച്ചക്കറി അതേപോലത്തെ ഫുഡ്സ് മാത്രം എന്താക്കുക, കഴിക്കുക കേട്ടോ. പുറത്ത് പോയി ഫുഡ്, അവിടെ പോയി ഫുഡ്, തട്ടുകടയിൽ പോയി ഫുഡ്, അവിടെ പോയി ഫുഡ്, ബീച്ചിൽ പോയി ഫുഡ്, അതൊക്കെ ഒഴിവാക്കാം. പിന്നെ അതേപോലെ തന്നെ
പിന്നെ എന്താ പറയുക, ക്രിക്കറ്റ് കളിക്കാൻ പോവുക, ഫുട്ബോൾ കളിക്കാൻ പോവുക, ടെന്നീസ് കളിക്കാൻ പോവുക. തൽക്കാലം ഇതേപോലത്തെ കളികൾ ഇപ്പോൾ ഒന്ന് ഒഴിവാക്കി വെക്കാം. ബൈ ചാൻസ് നമ്മൾ ഫുട്ബോൾ എങ്ങാനും കളിക്കാൻ പോയി അല്ലേ, ഒന്ന് വീഴുകയോ അല്ലെ കൈ പൊട്ടുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ട് ആകെ മൊത്തം എന്താകും, ഗുലുമാലായിപ്പോവും. പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോ. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾ NIT പഠിക്കേണ്ടത് ചിലപ്പോൾ ഒന്നും കൂടി നമ്മളിങ്ങനെ പിന്നെ എന്താ പറയുക റിപ്പീറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെന്താക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ അതേപോലെ തന്നെയാണ് എന്താ, പിന്നെ പരമാവധി ഫങ്ഷൻസ് ഒഴിവാക്കുക. ഫങ്ഷൻസ് ഒഴിവാക്കുന്ന സെൻസ് സൽക്കാരങ്ങൾ, കല്യാണ പാർട്ടികൾ, അതേപോലെ തന്നെ നാട്ടിലെ ക്ലബിൻ്റെ പരിപാടികൾ, അതേപോലെ സംഘടനയുടെ പരിപാടികൾ, ഒന്നുമില്ല, വേറെ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. ഈ സമയത്ത് നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നവരാണെങ്കിൽ അറിയും എന്താ കോവിഡ് കേസ് കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ പകർച്ചവ്യാധികളൊക്കെ ഇങ്ങനെ കൂടി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ പോയിട്ട് വടി കൊടുത്ത് അടി വാങ്ങാൻ നിൽക്കുന്നത്? ഓക്കെ, വെറുതെ നമുക്ക് എന്താക്കണ്ട, ഒരു എക്സ്ട്രാ അസുഖം നമ്മൾ എന്താക്കണ്ട, വരുത്തി വെക്കണ്ട. ഓക്കെ, അപ്പോൾ പരമാവധി നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരിക്കുക. ഒരു ചില്ലിട്ട പോലെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പരമാവധി എന്താക്കുക, പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് വേണം, ബ്രേക്ക് വേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങളുടേതായ രീതിയിൽ കംഫർട്ട് സോണിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെ എന്തെങ്കിലും വീട്ടുകാരുടെ സംസാരിക്കലോ അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുക. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം എന്താ ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ എമിൻ സാർ പറഞ്ഞ പോലെ ഇപ്പോൾ വേഗം പോയി പുതിയ ചാപ്റ്റേഴ്സ് വന്ന് എന്താക്കിയത് പഠിക്കാൻ നിൽക്കരുത്. നമ്മൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് ഉണ്ടാവും, അത് ഭംഗിയായിട്ട് തറവാക്കുക. അതാണ് ചെയ്യേണ്ടത്. പുതിയ സാധനം പഠിക്കാൻ വേണ്ടി പോരുത്. പിന്നെയാണ് ഉറക്കത്തിൻ്റെ കാര്യം. ഇപ്പം പലരും വിചാരിക്കും എന്ത്, പിന്നെ എക്സാമൊക്കെ ആവാനായില്ലേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉറക്കം കഴിഞ്ഞ് പഠിച്ചേക്കാം. എന്നിട്ട് രാത്രി 4 മണി വരെ ഉറക്കം കഴിഞ്ഞിട്ട് പഠിച്ചിട്ട്, അല്ലെങ്കിൽ 5 മണി വരെ ഉറക്കം പഠിച്ചിട്ട് 5 to 6 ഉറക്കിയിട്ടുണ്ടാവുക. 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്കാരും കുട്ടീനെ ഷിഫ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അങ്ങനെ വരുത്. പ്രത്യേകിച്ച് എക്സാമിൻ്റെ തലേന്ന് വ്യക്തമായ ഒരു മിനിമം 6 മണിക്കൂർ നിങ്ങൾ എന്താക്കണം, ഉറങ്ങിയിരിക്കണം. പേഴ്സൺ ടു പേഴ്സൺ അത് മാറും. ഒരു 6 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ പുതിയ ഹാബിറ്റ് കൊണ്ടുവരണ്ട, ഉറക്കം കഴിഞ്ഞ് പഠിക്കേണ്ട ഹാബിറ്റ് കൊണ്ടുവരണ്ട. ഇത്രയും കാലം എത്ര സമയത്താണോ പഠിച്ചുകൊണ്ടിരുന്നത് അതേ സമയം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെഡി? ഇനി സാറ് പറഞ്ഞതിന് ഉറങ്ങണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങാൻ തീരുമാനിച്ചു എന്നിട്ട് 24 മണിക്കൂർ ഉറങ്ങി നിൽക്കരുത്. അഥവാ ഓവർ സ്ലീപ്പിങ് പറ്റൂല. കാരണം ഓവർ സ്ലീപ്പ് ചെയ്താൽ നമ്മളെ ബ്രെയിൻ എന്താവും, ബ്രെയിന് ഒരു മന്ദഗതിയായി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം, പകൽ ഉറക്കം പരമാവധി ഒഴിവാക്കുക. പകൽ ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ഫുഡ് കഴിച്ച് ഉറങ്ങുന്നതാണെന്ന് വിചാരിക്കാം. കഷ്ടകാലത്തിന് നമ്മുടെ ഷിഫ്റ്റ് 2 മണിക്കാണ് വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ, നിങ്ങൾ JEE എക്സാമൊക്കെ ഞാൻ അവിടെ പോയിരുന്നു, അതിരിക്കുമ്പോഴാണ് തലച്ചോറിന് മെസ്സേജ് കിട്ടുന്നത്, ആ മോനെ 2 മണിയായി, ഉറങ്ങേണ്ട സമയമായി എന്ന് പറയാൻ തുടങ്ങിക്കോളി. അപ്പോൾ നിങ്ങളവിടെ നിന്നാലും ഉറങ്ങൂല, പക്ഷെ നിങ്ങൾക്ക് ഒരു ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി വരികയും നമുക്ക് പിന്നെ എന്താ പറയുക, ബ്രെയിൻ ഒരു മന്ദിപ്പ് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പരമാവധി നിങ്ങൾ ഈ ഷിഫ്റ്റ് നടക്കുന്ന സമയത്തൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ബ്രെയിൻ ഷാർപ്പാക്കി വെക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് ബ്രെയിൻ എന്താവും, ഷാർപ്പായി നിൽക്കും. ഓക്കെ, പിന്നെ അത്രയും കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പേഴ്സിൻ്റെ സ്ട്രാറ്റജി ഒന്നും കൂപ്പടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജിയിലേക്ക് പോവുക. ഇതൊക്കെ ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ അടുത്ത വർഷം അടിപൊളിയായിട്ട് നമുക്ക് NIT പോവാം. ഓക്കെ, എന്നിട്ട് അടുത്ത വർഷം JEE ആകുന്ന സമയത്ത് ഞങ്ങളിങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ സമയത്ത് അവിടെ വെറുതെ ഇങ്ങനെ കടലും കുറങ്ങി ട്രാക്ക് സൂട്ട് ഇട്ടിട്ട് മാടിക്കെട്ടും കെട്ടിയിട്ട് ഇങ്ങനെ ഇതൊക്കെ എന്ത് എന്നുള്ളതിൽ പറഞ്ഞിട്ട് തിരിച്ചങ്ങോട്ടേക്ക് ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് നമുക്ക് വേറെ വീഡിയോ കാണാം.